അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനികളെ. ഈ ഒരു മരണവാർത്ത കേട്ടപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്ന് കരുതിയതാണ്. പക്ഷേ നമ്മളും വിഷമത്തിലായി പോവുകയാണ്. ഒരുപാട് മരണവാർത്ത നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിക്കുന്നുണ്ടെങ്കിലും ചില മരണവാർത്തകൾ നമ്മളെ ഏറെ വേദനിപ്പിക്കാറുണ്ട്. അതുപോലെ ഒരു മരണമായിരുന്നു ഈ ഒരു മോൻ്റെത്. പ്രിയപ്പെട്ടവരെ, അപകട മരണങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആയുസ്സെത്താതെയാണ് നമ്മുടെ മക്കൾ മരണപ്പെട്ടു പോകുന്നത്. ഈ മരണപ്പെട്ടുപോയ മോന് 19 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അജ്നാസ് എന്നാണ് പേര്. അപകടത്തിലാണ് മരണപ്പെടുന്നത്. ഇന്ന് ഓരോ ദിവസവും നിരവധി ചെറുപ്പക്കാരാണ് മരണപ്പെട്ടു പോകുന്നത്, അതും വാഹന അപകടത്തിൽ. ഇതിനൊക്കെ കാരണം അശ്രദ്ധയും അമിത വേഗതയും തന്നെയാണ്. ഒന്നിനും ആർക്കും സമയമില്ല, ധൃതിയാണ്, തിടുക്കമാണ്. ഇന്ന് നമ്മുടെ ജീവിതം ഫാസ്റ്റ് ആകുന്നത് പോലെ തന്നെ മരണവും ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആയുസ്സെത്താതെയാണ് ഓരോ മക്കളും ഇന്ന് മരണപ്പെട്ടു പോകുന്നത്. നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, മരണം എന്നുള്ളത് പടച്ചറബിന്റെ കലാഹ് തന്നെയാണ്. പക്ഷെ എന്ന് വിചാരിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്നല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. നമ്മളൊന്നും ശ്രദ്ധിക്കാതെ എല്ലാം പടച്ചറബിന്റെ വിധിയാണെന്നും പറഞ്ഞ് അപകടത്തിൽ ചെന്ന് ചാടിയിട്ട് പടച്ചറബിനെ പിഴച്ചതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ചില മരണങ്ങൾ ആത്മഹത്യക്ക് തുല്യമായി പോകും. പടച്ചറബ് എല്ലാവരും തൊട്ട് കാക്കുമാറാകട്ടെ. നമുക്ക് പടച്ചറബ് ബുദ്ധി തന്നിട്ടുണ്ട്, നല്ലൊരു ആരോഗ്യം തന്നിട്ടുണ്ട്, ചിന്തിക്കാനുള്ള ചിന്താശക്തിയും തന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ഇന്ന് ഗെയിമും കളിച്ച് നടക്കുന്ന മക്കൾ, അവരുടെ ജീവിത രീതി തന്നെ മാറ്റമാണ്. ഇന്ന് ഒരുപാട് മക്കൾ മൊബൈലിന്റെ അഡിക്ഷനാണ്, ഗെയിമിന്റെ അഡിക്ഷനാണ്. ഈ ഗെയിമിൽ കാണുന്നത് പോലെ തന്നെ അവരുടെ ജീവിതവും ഫാസ്റ്റാണ്. എല്ലാം ധൃതിയാണ്. ഒന്നിനും പേടിയില്ല. പേടിക്കണം. നമുക്കൊന്നും സംഭവിക്കില്ല എന്നല്ല, നമുക്ക് പലതും സംഭവിക്കുമെന്നുള്ള ഭയമാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. ഭയം നമുക്ക് സുരക്ഷിതത്വം നൽകും, ഒരു പ്രൊട്ടക്ഷൻ നൽകും. ഈ പൊന്നുമോന്റെ മരണത്തോടു കൂടി ആ മോന്റെ കുടുംബം വല്ലാത്തൊരു അവസ്ഥയിലായി പോവുകയാണ്. ഒരു കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളുമാണ് തച്ചുടഞ്ഞു പോകുന്നത്. പിലാത്തറയിൽ വെച്ചാണ് ഈ മോന്റെ സ്കൂട്ടിയും ബൈക്കുമായി കൂട്ടിയിടിക്കുന്നത്. ആ ഒരു കൂട്ടിയിടിയിലാണ് അപകടമുണ്ടായത്. മണിയറ സ്വദേശിയായ KP അജ്നാസിന്റെ ജീവനാണ് റോഡിൽ പൊലിഞ്ഞു പോയത്. ഇന്നലെ വരെ ചിരിച്ചും കളിച്ചും നടന്ന ആ ഒരു പൊന്നുമോന് ഇന്ന് 6 അടി മണ്ണിലായിരിക്കുകയാണ്. സംഭവം നടന്നിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു. പിലാത്തറ ഭാഗത്ത് നിന്നും മാതമംഗലത്തേക്ക് സ്കൂട്ടിയിൽ പോകുകയായിരുന്നു അജ്നാസ്. അങ്ങനെ എതിരെ വരുന്ന ബൈക്കുമായി കൂട്ടിയിടുകയായിരുന്നു. ആ ഒരു ഇടിയുടെ ആഘാതത്തിൽ അതിഗുരുതരമായി പരിക്കേറ്റു. അജ്നാസിനെ ഉടനെ തന്നെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആ പൊന്നുമോന്റെ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ പൊന്നുമോന്റെ ആ മരണം കേട്ട നിമിഷം മുതൽ ആ കുടുംബം മുഴുവനും ഇന്ന് മൗനത്തിലാണ്ടിരിക്കുകയാണ്. പിലാത്തറ മറവ ട്രാവൽസ് ഉടമ MK ഗഫൂറിന്റെയും KP റുബൈലയുടെയും പ്രിയപ്പെട്ട മകനാണ് അജ്നാസ്. അജ്നാസിന്റെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഇത് വിശ്വസിക്കാനും ആവുന്നില്ല, ഉൾക്കൊള്ളാനും ആവുന്നില്ല. ഇന്നലെ വൈകുന്നേരം ബുധനാഴ്ചയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി പോവുകയാണ്. പ്രിയപ്പെട്ടവരെല്ലാവരും ശ്രദ്ധിക്കുക. പടച്ചറബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യുക. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, അജ്നാസ് എന്ന ഈ ഒരു പൊന്നുമോനെ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. പടച്ചറബ്ബേ, ഈ പൊന്നുമോന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. മഹഫിറത്തും മറഹമ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ചെറിയ മോനാണ് റബ്ബേ. ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. ഈ പൊന്നുമോന്റെ കുടുംബത്തിന്, മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ചറബ്ബേ, ആ മാതാപിതാക്കളുടെ വേദന, വിഷമം നിനക്കറിയാലോ റബ്ബേ. അവരുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. അവരുടെ നാളെ മുന്നോട്ടുള്ള ജീവിതം നിറാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ. പടച്ചറബ്ബേ, നമ്മുടെ പൊന്നുമക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരലേ റബ്ബേ. നമ്മുടെ ജീവനും ജീവിതവും അവരാണ് റബ്ബേ. നമ്മുടെ പൊന്നുമക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. മാരകമായ രോഗത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ പൊന്നുമോൻ്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. ആരും മുഷിപ്പ് തോന്നരുത്. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.